ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കൊയിലാണ്ടിയുള്ള പിഷാരിക്കാവ് ക്ഷേത്രത്തിലാണ് കേട്ടോ പോകാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ദേവുവിന് തിരിച്ച് ഖത്തറിലേക്ക് പോകാനുള്ള സമയം ആയി. ഇനി അത്ര ദിവസമേ ഉള്ളൂ, 1-2 ദിവസം കൊണ്ട് അവൾ പോകും. നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ എന്തായാലും ഒന്ന് പിഷാരിക്കാവ് പോയിട്ട് ആണ് കേട്ടോ തിരിച്ചു പോവാറുള്ളൂ. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞതാ ഞാൻ റെഡി ആവുകയാണ്. കൃഷു നല്ല ഉറക്കത്തിലാണ്. അവനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി കഴിഞ്ഞിട്ട് വിളിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത്ര നേരത്തെ അവനെ വെറുതെ വിളിച്ച് എണീപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഞാനിതാ റെഡിയായി, അമ്മയും ദേവും ഇതാ ഇവിടുന്ന് റെഡിയാവുന്നുണ്ട്. ഞാൻ വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് കൃഷുവിനെയും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവനെയും ഡ്രസ്സൊക്കെ ഇടിച്ച് റെഡിയാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താടോ പാടുത്ത ഏത് പാട്ടറിയാ? ഏത് പാട്ടറിയാ? പാട്, അമ്പലപ്പുഴ പാട്. ഇത് പാട്, അമ്പലപ്പുഴ പാട്. ഇതേതാ ഹെയർ സ്റ്റൈല്? അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി ഇതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റിലിട്ട വീഡിയോ ഞങ്ങളെല്ലാവരും കൂടെ മൂകാംബികയ്ക്ക് കൃഷുവിനെ ഹരിശ്രീ എഴുതിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ വരുന്നുണ്ട്. കൃഷുവിനെ ഹരിശ്രീ എഴുതിക്കുന്ന അന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം എഡിറ്റ് ചെയ്ത് ഇട്ട് വരുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഞാൻ ഇടാൻ പിന്നെയും ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിതാ പിഷാരിക്കാവിൽ എത്തി. കഴിഞ്ഞ തവണ ദേവു വന്ന സമയത്ത് തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനും ലാസ്റ്റ് ടൈം ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ദേവു പോവാറായി. അപ്പോൾ വീണ്ടും ഞങ്ങൾ അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ ഇതാ വഴിപാടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ സ്ത്രീകൾക്ക് പുറകിലുള്ള വഴിയിലൂടെയാണ് കേട്ടോ അകത്തേക്ക് കിടക്കേണ്ടത്. പുരുഷന്മാർക്ക് ഫ്രണ്ടിലൂടെയാണ് അകത്തേക്ക് കിടക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതാ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി നോക്കുമ്പോൾ അച്ഛനെയും കൃഷുവിനെയും കാണുന്നില്ല. അപ്പോൾ അത് അവരിത് അങ്ങ് ദൂരേന്ന് നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി നോക്കുമ്പോൾ അച്ഛനെയും കൃഷുവിനെയും കാണുന്നില്ല. പിന്നെ കുറേ തപ്പിയപ്പോൾ ഉണ്ട് അങ്ങ് ദൂരെ പോയി നിൽക്കുന്നു കേട്ടോ. കൃഷു കരഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കൃഷു ആണെങ്കിൽ അവിടെ നിന്ന് തരുന്നേയില്ല. പിന്നെ ചന്ദനമൊക്കെ തൊട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ കുറച്ച് സമയം അവിടെ നിന്ന് തന്നിട്ടുണ്ട്. പിന്നെ അവനെ അങ്ങനെ എന്താ പറയുക, ഇപ്പം പിടിച്ചാൽ കിട്ടുന്നില്ല, ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ നിന്നേരില്ല. പിന്നെ ഞങ്ങളിതാ വേഗം തന്നെ തിരിച്ച് വന്ന് പേരാമ്പ്ര എത്തിയപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ നമ്മുടെ സ്വന്തം ശ്രീലക്ഷ്മി ഇവിടുത്തെ മസാല ദോശ ഞാൻ പിന്നെ പറയേണ്ട കാര്യം. പേരാമ്പ്ര വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു മസാല ദോശ കഴിക്കുക എന്നുള്ളത് ഇപ്പം നിർബന്ധമാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ദേവു പറഞ്ഞു അവൾ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് മസാല ദോശയും ഒന്നും കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ കഴിച്ചിട്ട് പോവാന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ മസാല ദോശ. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈസി ബൈയിലേക്കാണ് ഞങ്ങൾ ഡയറക്റ്റ് പോയിട്ടുള്ളത്. അവിടുന്ന് ദേവുവിന് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെല്ലോ ഡെയിലി വെയേഴ്സും പിന്നെ കുറച്ചല്ലാത്ത ഡ്രസ്സുകളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ കാര്യമായിട്ട് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഇവർ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൃഷുവിനും അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് കേട്ടോ ആൾ. അങ്ങനെ അവിടുന്ന് കുറച്ച് 1-2 ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഗ്രാൻഡ് ഹൗസിലേക്ക് വന്നു. ന്യൂ ഗ്രാൻഡ് ഹൗസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ് ബേബി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് ലേറ്റായി. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ചോറും ചമ്മന്തിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് കറീനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ ചോറും ചമ്മന്തിയും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ആയിരുന്നു.
നിങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം മഴയും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളൊന്ന് മാവിൻ്റെ ചോട്ടിൽ മാങ്ങ വീണിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. സൂര്യ, ചക്കര എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇതാ ഫുൾ, എനിക്ക് തോന്നുന്നു മാവിൽ ഇനി മാങ്ങ ഇല്ലയെന്ന്, അത്രയും വീണ് കിടക്കുന്നുണ്ടായിരുന്നു നാട്ടുമാങ്ങ. ഇവിടെ ഞങ്ങളെ പറമ്പിൽ തന്നെ നാട്ടുമാവുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞി ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പം ഭയങ്കര ടേസ്റ്റാണ്, ഇതിന് നല്ല മധുരമാണ്. അപ്പോൾ ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ടെന്ന് വെച്ചാൽ കാറ്റത്ത് ഫുള്ള് വീണിട്ട് ഇതാ ഇത്രയും കിട്ടി ഞങ്ങൾക്ക്. അങ്ങനെ മാങ്ങ കുറച്ച് സൂര്യയ്ക്കും ചക്കരയ്ക്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ വേഗം ദേവുവിന് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടിയിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ ആടെയും വീഡിയോ ആയിട്ട് മറന്നു പോവില്ല. അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ അതിൽ എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ അത് നമുക്ക് ശരിയായിട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം തന്നെ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. അമ്മയും കൃഷിയൊക്കെ ഇതാ നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയി. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വരുമ്പോഴത്തേക്കും നന്നായി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.